പുതിയ തലമുറയ്ക്ക് അടിയന്തരാവസ്ഥ അത്ര പരിചിതമല്ല. ആ അടിയന്തരാവസ്ഥയുടെ കരാളഹസ്തങ്ങൾ ഞെരിഞ്ഞമർത്തിയ ആ നാളുകൾ അന്ന് കവിതയിലൂടെയും കലയിലൂടെയും സാഹിത്യത്തിലൂടെയും സിനിമയിലൂടെയും ഒക്കെ അതിനെ എതിർത്ത ഒരു ചെറിയ വിഭാഗം ആൾക്കാരെങ്കിലുമുണ്ട്. അത്തരത്തിലൊരാളായിരുന്നു മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ. ഇന്നിതാ അദ്ദേഹം കഴിഞ്ഞ ദിവസം വിടവാങ്ങിയിരിക്കുന്നു. മലയാളികളെല്ലാം ദുഃഖത്തിലാഴ്ത്തിക്കൊണ്ട് നിരവധി ഹിറ്റ് ഗാനങ്ങൾ മലയാളത്തിന് സമ്മാനിച്ച ആ പ്രതിഭ വിടവാങ്ങിയിരിക്കുന്നു. എന്താണ് സാർ അങ്ങേക്ക് അദ്ദേഹത്തെക്കുറിച്ച് പറയാനുള്ളത്? ഈ മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ എന്ന് പറയുമ്പോൾ പുതുതലമുറക്കാർക്ക് അത്ര പരിചിതമില്ല. പക്ഷെ അവർ പെട്ടെന്ന് പറയും ബാഹുബലിയിലെ പാട്ട് എഴുതിയ, അല്ലേ? അതെ, ബാഹുബലിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ അവസാന. അതെ. അപ്പോൾ ആദ്യകാലത്തുള്ള പാട്ടൊക്കെ ഇപ്പോഴും നമുക്ക് ഓർമ്മയുണ്ട്. ലക്ഷാർച്ചന കണ്ട് മടങ്ങുമ്പോൾ എന്നൊക്കെയുള്ളത്. കാളിദാസന്റെ കാവ്യഭാവന, മങ്കൊമ്പ് എന്ന് പറയുന്നത് കുട്ടനാടാണ്. അതെ. അപ്പൊ കുട്ടനാട്ടിലെ ഈ ഒരു സാധാരണക്കാരനാണ്. നമുക്ക് തകഴി അറിയാം, കുട്ടനാട്ടുകാരനാണ്. ഒരു അവിടെ മണ്ണിനോട് മല്ലടിച്ച് കഴിയുന്നവരാണ്. അപ്പൊ ഈ മങ്കൊമ്പ് മണ്ണിന്റെ ഗന്ധമുള്ള, അതെ, മണ്ണിന്റെ മകൻ, അങ്ങനെ തന്നെ പറയാം. അതുപോലെ ഈ അടിയന്തരാവസ്ഥയും പുതിയ തലമുറയ്ക്ക് പരിചിതമല്ല. 1975 ജൂൺ 25 അതെ, ഇന്ദിരാഗാന്ധിയാണ് അല്ലേ പ്രഖ്യാപിക്കുന്നത്. അന്നത്തെ രാഷ്ട്രപതിയെ ഈ വാഷ്റൂമിൽ നിന്ന് വിളിച്ചിറക്കിയാണ് ഈ അടിയന്തരാവസ്ഥ ഓർഡറിൽ ഒപ്പിടിച്ചെന്ന് കഥയുണ്ട്. നമുക്കറിയാം, അടിയന്തരാവസ്ഥയെ വിമർശിച്ചുകൊണ്ട് പലരും രംഗത്ത് വന്നു. പക്ഷേ വിമർശിച്ചുകൊണ്ടൊക്കെ രംഗത്ത് വന്നവരെ ആ അടുത്ത 24 മിനിറ്റിനകം അകത്തു പോകുന്ന കാഴ്ചയാണ് കണ്ടത്. അന്ന് ഒന്നും പത്രസ്വാതന്ത്ര്യം പോലും ഇല്ലായിരുന്നു. രാവിലെ പത്രം വരുന്നത് 4 പേജേ ഉള്ളൂ കേട്ടോ, 4 പേജേ ഉള്ളൂ. ഇന്ത്യൻ എക്സ്പ്രസ് എഡിറ്റോറിയൽ കോളം വെറുതെ ഇട്ട് പത്രം പുറത്തിറക്കി. പിന്നെ ഇന്ദിരാഗാന്ധിയെ വാഴ്ത്തിക്കൊണ്ടുള്ളതാണ് ആ 4 പേജിലും, പിന്നെ സഞ്ജയ് ഗാന്ധിയെയും. അപ്പോൾ അങ്ങനെ ഒരു വല്ലാത്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് പോയത്. ഞാനൊക്കെ അന്ന് സ്കൂൾ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അടിയന്തരാവസ്ഥ എന്താണെന്ന് നമുക്ക് അറിവില്ല. അടിയന്തരാവസ്ഥയുടെ ആ ഒരു ഇതിൽപ്പെട്ട് ജീവിതം നഷ്ടപ്പെട്ട എത്ര പേര് ഇപ്പോഴും ജീവച്ഛവമായി കഴിയുന്നവർ എത്രയോ പേരുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഈ മങ്കൊമ്പ് ഇതുമായിട്ട് ബന്ധമെന്തെന്ന് ചോദിച്ചാൽ, അന്ന് പിന്നെ തെമ്മാടി വേലപ്പൻ എന്ന് പറയുന്ന ഒരു ചിത്രം ഇറങ്ങി. ഹരിഹരനാണ് സംവിധാനം ചെയ്തത്. അതിലെ പാട്ട് എഴുതിയത് മങ്കൊമ്പ് ഗോപാലകൃഷ്ണനാണ്. തൃശങ്കു സ്വർഗത്തെ തമ്പുരാട്ടി, തൃശൂലമില്ലാത്ത ഭദ്രകാളി, ആണുങ്ങളില്ലാത്ത രാജ്യത്തെ അല്ലിറാണി പോലത്തെ രാജാത്തി എന്നാണ് അതിനകത്ത് പറഞ്ഞിരുന്നത്. ഇത് എടുത്തിട്ട് എല്ലാവരും അങ്ങ് പ്രയോഗിച്ച് ഇന്ദിരാഗാന്ധിക്കെതിരെ ഉള്ള മുദ്രാവാക്യമായിട്ട് മങ്കൊമ്പിൻ്റെ ഈ ചലച്ചിത്ര ഗാനം അങ്ങ് എടുത്തു വന്നു. ഇതിനെ ചൊല്ലി നാട് മുഴുവൻ അങ്ങ് ഇളകി. ഇതങ്ങ് ഇന്ദിരാഗാന്ധിയുടെ ശ്രദ്ധയിൽ വരെ പെട്ടു എന്നാണ് അറിഞ്ഞത്. ഇവിടുന്ന് കാര്യങ്ങളൊക്കെ കൊടുത്തു. ഇദ്ദേഹത്തിൻ്റെ സഹോദരി അന്ന് ആലപ്പുഴ SD കോളേജിൽ പഠിക്കുകയാണ്. കോളേജിൽ നിന്ന് വന്നപ്പോൾ പറഞ്ഞു, അവിടെ വലിയ കുട്ടികൾ തമ്മിൽ വലിയ കലഹമാണ്, ഈ ഇന്ദിരാഗാന്ധിക്കെതിരെ ഇങ്ങനെ പാട്ടെഴുതിയതിനെ ചൊല്ലി അതിൻ്റെ പേരിൽ സംഘർഷമൊക്കെ നടക്കുന്നു എന്നാണ് അറിഞ്ഞത്. അപ്പം മങ്കൊമ്പ് വിചാരിച്ച് കാര്യങ്ങളൊക്കെ കൈവിട്ടുപോയി എന്ന്. കോടതിയിൽ പോയാൽ പോലും ജാമ്യം കിട്ടാത്ത സമയമാണ് അടിയന്തരാവസ്ഥക്കാലം. നമുക്ക് പ്രശാന്തിനൊക്കെ അറിയാവുന്ന ആൾക്കാരുണ്ടല്ലോ, കഥകളൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളത്. ഇന്ദിരയും മകനും കിച്ചൺ ക്യാബിനറ്റും രാജ്യത്തെ ഭരണഘടനയെ ഞെരിച്ച് അമർത്തി കാൽച്ചുവട്ടിലാക്കി ഭരിക്കുന്ന കാലം. എന്നിട്ട് അതിനെന്ത് ചെയ്യുന്നറിയാമോ? പിന്നീട് ഈ മങ്കൊമ്പ് ഗോപാലകൃഷ്ണന് അടുത്ത വേറൊരു സിനിമയ്ക്കൊരു പാട്ട് എഴുതി. അതായത് ഈ ഹരിഹരൻ തന്നെ സംവിധാനം ചെയ്ത സംഗമത്തിൽ ഈ ദാരിദ്ര്യം തുടച്ചു നീക്കാനും ദാരിദ്ര്യ ജനവിഭാഗങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുവാനുള്ള അന്നത്തെ ഇന്ദിരാഗാന്ധിയുടെ ഈ ഒരു 20 ദിന പരിപാടികൾ. 20 ദിന പരിപാടികൾ എന്നും പറഞ്ഞ് പത്രങ്ങളിലൊക്കെ അതേ ഉള്ളു വരുന്നത്. അതിനെക്കുറിച്ചുള്ള വാർത്തകളാണ്. അന്ന് 20 ദിന പരിപാടികളുടെ ഒക്കെ ഒരു പ്രത്യേക ബുക്ക്ലെറ്റ് ആയിട്ടൊക്കെ ഇറങ്ങിയിട്ടുമായിരുന്നു. എല്ലാ വീടുകളിലും ഒക്കെ എത്തിയിരുന്നു. നമുക്കൊക്കെ പിന്നീട് സംശയം, ഇത് പിന്നീട് പരീക്ഷയ്ക്കൊക്കെ ചോദിക്കും എന്നുള്ള രീതിയിൽ പല കുട്ടികളും പഠിക്കാനും ഒക്കെ തുടങ്ങി. അപ്പോൾ ആ 20 ദിന പദ്ധതിയെ പുകഴ്ത്തി ഒരു ഗാനം എഴുതിയാലോ എന്ന ചിന്ത മങ്കൊമ്പിനുണ്ടായി.
കാരണം മങ്കൊമ്പിന് പ്രത്യേകിച്ച് അങ്ങനെ ഒരു രാഷ്ട്രീയം ഇല്ല. ഈ ഗാനം ഇത്തരത്തിലങ്ങ് വ്യാഖ്യാനിച്ച് കൊണ്ടുപോവുകയും അതിനെ ചൊല്ലി നാട്ടിൽ വലിയ വിരുദ്ധ ചേരി ഇതെടുത്ത് ഉപയോഗിച്ചു. ഞാൻ പണ്ട് ഇത് കേട്ടിട്ടുണ്ട്. ഈ നാട്ടിലെ ആരോ ഒരാളെ ഒരു ഉഴുന്നുവട എടുത്തു വെച്ചിട്ട് ഇങ്ങനെ നോക്കിയിട്ട് ഇതിനകത്തൂടെ ഇന്ദിരാഗാന്ധിയെ കാണാമല്ലോ എന്നങ്ങണ്ട് പറയുകയുണ്ടായി, ഒരു ഉഴുന്നുവടയ്ക്കകത്തൂടെ. അപ്പം തന്നെ അയാളെ തൂക്കിയെടുത്ത് കൊണ്ടുപോയി എന്നാണ് അറിയുന്നത്. നമ്മളൊക്കെ കുട്ടിക്കാലമാണ്, അതൊക്കെ പറഞ്ഞു കേട്ടറിയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അന്ന് പറഞ്ഞതുപോലെ ഇതൊക്കെ മങ്കൊമ്പിന് അറിയാം. അതുകൊണ്ട് അദ്ദേഹം വളരെ ഭയത്തോടു കൂടിയാണ് കഴിഞ്ഞത്. അപ്പോൾ വേഗം ഈ ചിത്രത്തിൽ, സംഗമം എന്ന് പറയുന്ന ചിത്രത്തിൽ ഈ പാട്ട് എഴുതിയാലോ എന്ന ചിന്തയുണ്ടായി. അങ്ങനെ സംഗമം സിനിമയ്ക്കായിട്ട് ഈ 20 പദ്ധതിയെ പുകഴ്ത്തിക്കൊണ്ട് അദ്ദേഹം ഒരു ഗാനം നിർമ്മിച്ചു. PV ഗംഗാധരനായിരുന്നു അതിൻ്റെ നിർമ്മാതാവ്. എന്നിട്ട് ഈ ഗാനം ഹിന്ദിയിലേക്കും തർജിമ ചെയ്തു. എന്നിട്ട് ഇന്ദിരാഗാന്ധിക്ക് അയച്ചും കൊടുത്തു. എന്തിന്? രക്ഷപ്പെടാൻ വേണ്ടി മാത്രമാണ്. അത് സ്വാഭാവികമാണ്. ഒരു പാവപ്പെട്ട മനുഷ്യൻ. അതെ, ഇദ്ദേഹം ജയിലിൽ പോയാൽ ഇദ്ദേഹത്തെ ഒന്നും സംരക്ഷിക്കാൻ ആരുമില്ല. നമുക്ക് അന്ന് ഒരുപാട് പേര് ജയിലിലൊക്കെ പോയി. പിണറായിയും ജയിലിൽ കിടന്നു അല്ലേ, PS കിടന്നു, EMS ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അവർക്ക് രാഷ്ട്രീയമാണ്. ഇദ്ദേഹത്തിന് അങ്ങനെ ഒരു രാഷ്ട്രീയം ഇല്ലാത്തത് കൊണ്ട് അപ്പോൾ എന്തായാലും ഒരു വലിയ പുലിവാലി പിടിച്ചു ഈ ത്രിശങ്ക് സ്വർഗത്തെ തമ്പുരാട്ടി എന്നുള്ളതാണ്. അപ്പം അടിയന്തരാവസ്ഥയുടെ ഒരു 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 ഗൗരവം കൂടി ഇതിനകത്തൂടെ ഈ മങ്കൊമ്പിൻ്റെ വേർപാടിലൂടെ മാധ്യമങ്ങളൊക്കെ അത് ഓർമ്മിച്ചെടുത്തു എന്നുള്ളതും വലിയ കാര്യമാണ്. പിന്നെ പ്രതിഭാധനനായ, അതെ, ഈ എന്താ പറയണ്ടേ, വളരെ ശരിക്കും കേരളം അദ്ദേഹത്തെ അർഹിക്കുന്ന ഒരു ഗൗരവത്തിൽ ആദരിച്ചിട്ടുണ്ടോ? അദ്ദേഹത്തിന് ലഭിക്കേണ്ട ഒരു ഒരു എന്താ പറയണ്ടേ പരിഗണന അദ്ദേഹത്തിന് കിട്ടിയോ എന്നൊക്കെ കിട്ടാതെ പോയി എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ പല ഗാനങ്ങളും കേൾക്കുമ്പോൾ പെട്ടെന്ന് എല്ലാവരും പറയാം വയലാർ രാമവർമ്മ എന്ന് പറയാറുണ്ട്. ശ്രീകുമാരൻ തമ്പിയുടെ പല പാട്ടുകളും കേൾക്കുമ്പോൾ പെട്ടെന്ന് പലരും പറയാറുണ്ട് അത് ശ്രീകുമാരൻ തമ്പി തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്നെ വേദിയിൽ ഇരുത്തിക്കൊണ്ട് തന്നെ പലരും പറഞ്ഞിട്ടുണ്ട് അടുത്തത് ഇന്ന വയലാർ രചിച്ച ഇന്ന ഗാനം ആലപിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് യഥാർത്ഥത്തിൽ രചിച്ചത് ശ്രീകുമാരൻ തമ്പിയാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഒരു സംശയം ഗോപാലകൃഷ്ണനും അങ്ങനെ ഒരു ഗതികേട് വന്നിട്ടുണ്ട്. മങ്കൊമ്പ് എന്തോ അങ്ങനെ അത്ര കൂടുതലായിട്ട് അദ്ദേഹത്തിന്റെ ജനപ്രിയൻ ആകാതെ പോയി എന്നുള്ളതാണ്. പക്ഷെ ബാഹുബലിയിൽ അദ്ദേഹം വേറൊരു പ്രത്യേകിച്ച് അന്യഭാഷാ ചിത്രങ്ങൾ മലയാളത്തിലേക്ക് മൊഴിമാറ്റി വരുന്നതിൽ വളരെ കൃത്യമായിട്ട് അതിലെ ഗാനങ്ങൾ മലയാളത്തിലേക്ക് ഇതുപോലെ മൊഴിമാറ്റി എടുക്കാൻ കഴിവുള്ള ഒരു പ്രതിഭയായിരുന്നു മങ്കൊമ്പ്. അത് ആർക്കും നിഷേധിക്കാനാവില്ല. ഈ അടിയന്തരാവസ്ഥയെ പിന്നെ വിമർശിച്ചുകൊണ്ട് പല കൃതികളും വന്നിട്ടുണ്ട്. അയ്യപ്പപ്പണിക്കരുടെ ഒരു കവിത തന്നെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, കടുക്കാവെള്ളം. പിന്നെ OV വിജയന്റെ ധർമ്മപുരാണം. അതൊക്കെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുകയും അത് ഈ ഇന്ദിരാഗാന്ധിയുടെ തേർവാഴ്ച തന്നെയാണ് അതിനകത്ത് വിമർശിച്ചിരിക്കുകയൊക്കെ ചെയ്തിരിക്കുന്നത്. പക്ഷെ മങ്കൊമ്പ് അത്തരം ഒരു വിമർശനത്തിലേക്കൊന്നും പോയി. അദ്ദേഹം എഴുതിയത് അന്നത്തെ കാലത്ത് അത് ആരോ ഇങ്ങനെ ഒരു മുദ്രാവാക്യം, അതായത് ആണുങ്ങളില്ലാത്ത രാജ്യത്തെ അല്ലിറാണി പോലത്തെ രാജാത്തി. അത് കേൾക്കുമ്പോൾ ഇന്ദിരാഗാന്ധിക്കെതിരെ എടുത്ത് വീശാൻ പറ്റിയ ഒന്നാണല്ലോ എന്ന്. അത് മങ്കൊമ്പ് അങ്ങനെ കരുതിയില്ല. പക്ഷെ പിടിച്ചകത്തിടുമ്പോൾ ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് മങ്കൊമ്പ് അടി തപ്പി 20 പദ്ധതികൾ അതിനെ വാഴ്ത്തിക്കൊണ്ട് ഒരു പാട്ട് എഴുതിയത്. അതെ, എന്തായാലും അദ്ദേഹം ഒരു പ്രതിഭാധനനായ ഈ പറഞ്ഞതുപോലെ അങ്ങേയറ്റത്തെ മികച്ച ഗാനങ്ങൾ രചിച്ച ഒരു കവിയാണ്, ഗാനരചയിതാവാണ്. മലയാള സിനിമയ്ക്ക് അമൂല്യമായ സംഭാവനകൾ നൽകിയ ആളാണ്. എക്കാലവും മലയാളം അദ്ദേഹത്തെ ഓർമ്മിക്കും. അദ്ദേഹത്തിൻ്റെ ഈ ഒരു വേർപാട് ഈ പറയുന്നത് പോലെ മലയാള ഗാനരംഗത്തെ അങ്ങേയറ്റം സ്നേഹിച്ചിരുന്ന ആൾക്കാർക്കൊക്കെ വലിയ സങ്കടമുണ്ടാക്കുന്നതാണ്, ദുഃഖമുണ്ടാക്കുന്നതാണ്. ആ വിടവ് നമുക്ക് ഒരിക്കലും നികത്താനും സാധിക്കില്ല എന്ന് മാത്രം ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് എല്ലാ ആദരാഞ്ജലികളും അർപ്പിച്ചു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.